ജീസസ് 15:11 അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ട്, അബ്രഹാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അല്ലെ? മലയാളം ട്രാൻസ്ലേഷൻ ബൈബിളില് കുറച്ച് ഡീറ്റെയിലിംഗ് കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഹീബ്രു ബൈബിളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് വായിച്ചെടുക്കാന്നുണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഈ വേഴ്സ്: After these events, the word of the Lord came to Abraham in a vision. Do not be afraid, Abraham. I am your shield, your very great reward എന്നാണ് വരാം. അപ്പൊ ഇവിടെ വേർഡ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് മലയാളം ബൈബിളിലില്ല, അവിടെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വേർഡ് ഓഫ് ദ ലോർഡും ദൈവവും ഒന്നാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ വേർഡ് ഓഫ് ദ ലോർഡ് കൊടുക്കുമ്പോ ഈശോയ്ക്ക് അവിടെ പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 31:2 സ്പിരിറ്റ് ഭൂമിക്ക് ചുറ്റും വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെയും ഒരു സ്പിരിറ്റിനെ പേഴ്സോണിഫൈ ചെയ്യുന്ന, അതായത് ഒരു വ്യക്തിയായിട്ട് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വേർഡ് ഓഫ് ദ ലോർഡിന് ഒരു വ്യക്തിയായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3500 വർഷം മുന്നേ മോശ എഴുതിയിട്ടുള്ള ജൂതന്മാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ പഴയ നിയമ ഗ്രന്ഥമായിട്ടുള്ള ഉൽപ്പത്തിയില് ദൈവത്തിന് 3 പേരുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ കാര്യം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈശോ നമുക്ക് കൃപയിലൂടെ